നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി കൃത്യനിഷ്ഠ പാലിക്കാതെ സർവീസുകൾ നടത്തുന്നതാണ് അടുത്ത കാലത്തായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പതിവ് രീതി. എങ്കിലും ടിക്കറ്റ് നിരക്കുകളിൽ മറ്റ് വിമാന കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവായതിനാൽ പ്രവാസികൾ എയർ ഇന്ത്യ എക്സ്പ്രസിനെ ആശ്രയിക്കുന്നുണ്ട്. എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ കേരളത്തിലേക്കടക്കം സർവീസുകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ് വിമാന കമ്പനി. ഇതിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈത്ത് കണ്ണൂർ സെക്ടറിൽ ഇനി ആഴ്ചയിൽ 2 സർവീസുകൾ നടത്തും. എല്ലാ ആഴ്ചകളിലുമാണ് പുതിയ സർവീസ് ഉണ്ടാകുക. നിലവിൽ വ്യാഴാഴ്ച മാത്രമാണ് സർവീസ് ഉണ്ടായിരുന്നത്. ആഴ്ചയിൽ ഒരു സർവീസ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്ന കുവൈത്ത് യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ വാർത്ത. ഒക്ടോബർ 30 മുതൽ എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും 2 സർവീസ് കുവൈത്ത് കണ്ണൂർ സെക്ടറിൽ ഉണ്ടാകും. തിങ്കളാഴ്ചകളിൽ പുലർച്ചെ 4:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാവിലെ 7:40 കുവൈത്തിലെത്തും. തിരികെ കുവൈത്തിൽ നിന്ന് 8:40 പുറപ്പെട്ട് വൈകിട്ട് 4 കണ്ണൂരിലെത്തുന്ന രീതിയിലാണ് സർവീസിന്റെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗോഫസ് എയർലൈൻ സർവീസ് നിലച്ചതോടെയാണ് കുവൈത്ത് കണ്ണൂർ യാത്ര ദുരിതമായത്. ആഴ്ചയിൽ 3 സർവീസാണ് ഗോഫസ് ഇതുവഴി നടത്തിയിരുന്നത്. ഇതില്ലാതായതോടെ കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായിരുന്നു പ്രവാസികൾക്ക്. ഇതോടെ പലരും മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ പുതിയ ബജറ്റ് സർവീസ് കൂടി വരുന്നതോടെ ഈ അവസ്ഥയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമുണ്ടാകും. അതുപോലെ ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ വിന്റർ ഷെഡ്യൂൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 29 മുതൽ ഇത് നിലവിൽ വരും. കോഴിക്കോട്ടേക്ക് എല്ലാ ദിവസവും സർവീസുകളുണ്ട്. ഞായർ, തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കൊച്ചിയിലേക്കും ഞായർ, ബുധൻ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കും വിമാന സർവീസ് ഉണ്ടാകും. കോഴിക്കോടേക്ക് നിലവിൽ 5 ദിവസമാണ് സർവീസ് ഉള്ളത്. ഇത് എല്ലാ ദിവസവുമായി മാറും. കൊച്ചിയിലേക്ക് നിലവിൽ 2 ദിവസമാണ് സർവീസ് ഉള്ളത്. ഇത് 4 ദിവസമാകും. മംഗളൂരു, കണ്ണൂർ ഭാഗത്തേക്ക് ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ 1 സർവീസ് ഉണ്ടാകും. ഡൽഹിയിലേക്ക് നിലവിൽ 6 സർവീസുകളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് എല്ലാ ദിവസവും ആക്കുന്നത്. സർവീസുകളുടെ സമയവും മറ്റ് വിവരങ്ങളും വരും ദിവസങ്ങളിൽ വിമാന കമ്പനി പ്രഖ്യാപിക്കും. എന്നാൽ വിമാനം പുറപ്പെടുന്ന കാര്യത്തിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും സർവീസുകൾ അപ്പാടെ കൂട്ടുകയാണ് വിമാന കമ്പനി ചെയ്യുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.